അപ്പോൾ ദാ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്താറായല്ലേ. അപ്പോൾ ദാ നമ്മൾ ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കണ്ടീഷണൽ സെന്റൻസസ്. അങ്ങനെ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ എന്താണത്? ഇഫ് ക്ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പോൾ അത് മൂന്നും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പം അത് V1 ഫോമിലാണ് ഉണ്ടാവുക അല്ലേ. ഇഫിൻ്റെ കൂടെ V1 വരുമ്പം സെന്റൻസിൻ്റെ എൻഡിൽ എന്ത് വരും? വില്ലിൻ്റെ കൂടെ V1 വരും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നോക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു will get good marks. Okay, will plus V1. അടുത്തത് I will buy you ice cream. അപ്പം if you help me. Okay, if you eat too much, again എന്താണ്? V1. you will gain weight. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പം എവിടെയാച്ചാൽ എഴുതി വെച്ചോളാം, if plus V1 will plus V1. ഇനി ഇത് തന്നെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇഫിൻ്റെ കൂടെ V1 മാറ്റി നമ്മൾ എന്തിടും? V2 ഇടും. ഓക്കെ, ഇഫിൻ്റെ കൂടെ V2 വരികയാണെങ്കിൽ അപ്പുറത്ത് എന്തായിരുന്നു? വില്ലായിരുന്നു അല്ലേ, അതെന്തായി? വുഡായി. വുഡ് പ്ലസ് V1 അതേപോലെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് പ്ലസ് V2 വുഡ് പ്ലസ് V1. ഇഫ് ഐ were you I would study. If he won the game he would throw a huge party. If I were president I would ensure. Okay, if I were in better shape I would become. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതെല്ലാം മാറ്റി നമ്മൾ തേർഡിലേക്ക് വന്നു. അപ്പോൾ സെക്കൻഡ് ആയപ്പം V2 ആണ്, തേർഡ് ആകുമ്പോൾ എന്താണ്? ഇഫ് V3, നടുക്ക് ആര് വരും? ഹാഡ് വരും. ഓക്കെ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3യുടെ കൂടെ എന്ത് വരും? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ്, ഓക്കെ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 would plus have plus V3. Okay, if plus had plus V3 would plus have plus V3. If she had spoken English we would have understood. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. ഇഫ് യു വർക്ക് ഹാർഡ്, അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫിൻ്റെ കൂടെ വർക്ക് V1, ഇഫ് പ്ലസ് V1 വിൽ പ്ലസ് V1 അല്ലേ. അപ്പോൾ വിൽ പ്ലസ് V1 എന്ന് മാർക്ക് ചെയ്യാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ win. Okay, if it snows tomorrow, yes, if ന്റെ കൂടെ ഇത് V1 അല്ല, ഇത് V5 ആണ്, അതും സെയിം പാറ്റേണിലാണ് പോവാ. വില്ലിൻ്റെ കൂടെ V1. ഓക്കെ, if it snows tomorrow I will be on leave. V എന്ന് പറയുന്നത് V1 ഫോം ആണ്. യെസ്, ഇഫ് ഐ ഹാഡ് ഫുഡ്, അപ്പോൾ നോക്കുക ഇഫിൻ്റെ കൂടെ എന്താ? V2 ആണ് വന്നത് അല്ലേ. ഇഫ് ഐ ഹാഡ് ഫുഡ് ഐ ഇപ്പം എന്തായിരിക്കും? വില്ലാണോ? അല്ല, വുഡ്. ഐ വുഡ്, പിന്നെന്താ വരിക? V1. I would be happy. Yes, if I were the seagull. Okay, ഇഫിൻ്റെ കൂടെ എന്താ? V2. If I were the seagull I would fly high. Last but not the least എന്താ? If I had studied well. ഇഫിൻ്റെ കൂടെ ഹാഡിൻ്റെ കൂടെ V3. അപ്പോൾ എന്തായിരിക്കും? വുഡിൻ്റെ കൂടെ ഹാവിൻ്റെ കൂടെ V3. അപ്പോൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് സ്കോർഡ് ഗുഡ് മാർക്സ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, മിസ് അല്ല ഇവിടെ ഹാഡ് ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ, ഹാഡിൻ്റെ കൂടെ V3 കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഹാഡ് എന്താ? V2 ആണ്. അത് ഹെൽപ്പിംഗ് വേർബ് അല്ല, മെയിൻ വേർബ് ആണ്. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ടോൾഡ് യു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.